ഹലോ എന്നോടാ പറഞ്ഞ് നിൽക്കാൻ തോന്നിയവർക്കൊക്കെ ഇടിച്ചു കയറാനുള്ള സ്ഥലമല്ല ഇത്. അറിയാം, നല്ലവണ്ണം അറിയാം. എന്നിട്ടാണോ ഞാനിവിടെ കുന്തം പിടിക്കിയതുപോലെ നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ കയറിപ്പോയത്? ഓ, മൈൻഡ് ചെയ്തില്ല, അതാണ് കുഴപ്പമല്ലേ? അതിനെന്താ മൈൻഡ് ചെയ്ത് കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്, ഗുഡ് ബൈ. ഓക്കെ. എടോ എന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് കസ്റ്റംസ് കളക്ടർ ഒന്ന് കാണേണ്ട ആവശ്യം. ഞാൻ ആരാ? തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയെങ്കിൽ പിന്നെ കസ്റ്റംസ് കളക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇന്ന് ലീവാ, അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. അയാളുടെ തൊട്ട് താഴെ ആരെങ്കിലും കാണുമല്ലോ, ഞാൻ അയാളെ കണ്ടോളാം. കാര്യം എന്താണെന്ന് പറയാതെ ആരെയും കാണാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ കാണാൻ പറ്റുമെന്ന് പിന്നെ ബലം പ്രയോഗിക്കണോ? അയ്യോ, എന്താ ഇത്? സാറാണോ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ? ഞാൻ സാറിന് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. ഇൻഫർമേഷനോ? അതെ സാർ, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ. വാട്ട്? പക്ഷേ അതിനു മുമ്പ് ഇയാളെ ഒന്ന് പുറത്താക്കണം. എന്താടോ സാർ ഇയാള് പുറത്ത്? ഇയാളെ ഞാൻ നോക്കിക്കോളാം. പോയി ഡ്യൂട്ടി. പ്ലീസ് ഗോ. മിസ്റ്റർ രാജപ്പൻ. രാജപ്പനോ? അല്ല സാർ, ഈ കൂട്ടുകാരൊക്കെ കളിയാക്കി റോജപ്പൻ റോജപ്പൻ എന്ന് വിളിച്ചു അങ്ങനെ ആയിപ്പോയതാ. സോറി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സാർ, 1 കോടി രൂപയുടെ സ്വർണവും അത് കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാരന്റെ ഏജന്റിനെയും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അതിനു മുമ്പ് ഈ ഏർപ്പാടിൽ എനിക്കെന്ത് കിട്ടുമെന്നറിയണം. 1 കോടി രൂപയുടെ സ്വർണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിട്ടും. അതായത് 20 ലക്ഷം രൂപ. ആണല്ലോ. എന്നാ സാറിന്റെ ഫുൾ അഡ്രസ്സിങ് തന്നെ. എന്തിനാ? അഥവാ ഇൻഫർമേഷൻ കൊണ്ട് സാറ് മുങ്ങിയാലും എനിക്ക് തപ്പി പിടിക്കാമല്ലോ. താൻ തരുന്ന ഇൻഫർമേഷൻ സത്യമാണോന്ന് എന്താ ഉറപ്പ്? ഓ, ഡൗട്ട് ഉണ്ടല്ലേ? ഞാൻ വേറെ വല്ല ഓഫീസർമാരെയും കണ്ടോളാം. ഐ എം സോറി റോജപ്പൻ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇതിനു മുമ്പ് പല ഇൻഫർമേഷൻസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എന്നെ പാര വെക്കാനുള്ള കള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. എനിക്ക് പ്രൊമോഷന് പകരം ഡിമോഷൻ ആണ് കിട്ടിയത്. അറിയാമോ മിസ്റ്റർ റോജപ്പൻ, എന്റെ ജൂനിയർ ആയിരുന്ന റഷീദിനെ വരെ സല്യൂട്ട് വെക്കേണ്ട ഗതികേടാണ് എനിക്കിപ്പോ ഉള്ളത്. സാർ പേടിക്കണ്ട, ഞാൻ കള്ളം പറയില്ല. ഇപ്രാവശ്യം സാറിന് പ്രൊമോഷൻ ഉറപ്പാ. ഓക്കെ, എന്നാ താൻ പറ, ആരുടെ കയ്യിലാ സ്വർണം? ദുബായ് ഫ്ലൈറ്റിൽ വരുന്ന ഒരാളുടെ കയ്യിൽ. Your attention, please. Oh my God, flight landed already. Come on. 990 from Dubai has arrived. Passengers are requested to സാറേ, go through customs. സംഗതി വളരെ രഹസ്യമായിരിക്കണം. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? വാട്ട് പ്രോബ്ലം? എക്സ്ക്യൂസ് മീ, ഈ പെട്ടിയെ നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ജീവന് വലിയ വിലയുള്ളതാ സാറേ. കള്ളക്കടത്തുകാരെങ്കിലും അറിഞ്ഞാ അവന്മാര് വല്ല റോഡിലും വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലും. ഒരുത്തരും വെടിവെക്കില്ല. താൻ ആളാരെന്ന് പറ. ആദ്യത്തെ കൗണ്ടറിന്റെ മുമ്പിൽ മൂന്നാമത് നിൽക്കുന്നവരിൽ ആരുമില്ല. പിന്നെ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. പിന്നെ ഒഴിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഒഴിക്കണം. ഇപ്പൊ തന്നെ ഒഴിക്കണോ? വല്ലാത്ത ടെൻഷൻ ഉണ്ട്. എന്നാ വേഗം പോയി ഒഴിച്ചിട്ടോ, എന്റെ കൈ ധരിക്കുന്നു. ഓ, ഗോൾഡ് ഇതിനകത്തുണ്ട്. പുറത്തിറങ്ങിയാലുടൻ ഈ ഗോൾഡ് ഒളിപ്പിക്കാനും നമ്മുടെ ഡ്രസ്സുകൾ മാറ്റാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയറൻസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തു വരാം. നീ വണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അതൊന്നുമല്ല പ്രശ്നം. വെളിയിൽ ഒരു മണക്കൻ കസ്റ്റംസ് ഓഫീസർ നിൽപ്പുണ്ട്. അയാളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങുന്ന കാര്യം ഓർക്കുമ്പോഴാ. മൂത്രം ഒഴിച്ചോ? ഇനി ആളാരാന്ന് പറ. കണ്ടയാളെ പല ഡയറക്ഷനിൽ നിന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ച ആള് മാറിപ്പോയാൽ സാറിന്റെ ജോലി പോവില്ലേ? ശരിക്കും നോക്കിയിട്ട് ആളാരെന്ന് പറ. അത് രണ്ടാമത്തെ കൗണ്ടറിൽ നാലാമത് നിൽക്കുന്ന ആള്. ആ വയസ്സനോ? അതെ. രാവിലെ മെനക്കെടുത്ത് ഇറങ്ങിയിരിക്കണോ?
അയാള് തൈരിശാദം കഴിച്ചിട്ട് ദിവസം 5 ആയി കാണും. ആ അപ്പാവിടെ കയ്യിലാണോ സ്വർണം? ഇവിടെയാണ് നിങ്ങൾ കസ്റ്റംസുകാർക്ക് തെറ്റുപറ്റുന്നത്, ഞങ്ങൾ ഇൻഫോർമേഷന് തെറ്റ് പറ്റാത്തത്. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മാത്രമേ കള്ളക്കടത്തുകാരാവുള്ളൂ സാറേ. തന്നെ എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ അയാളുടെ ആൾക്കാർ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതെനിക്ക് അപകടമാണ്. ഞാൻ പിന്നീട് സാറിനെ കോൺടാക്ട് ചെയ്തോളാം. ഓൾ ദി ബെസ്റ്റ്. Please don't block the way. Right? Excuse me, gentlemen. It's you. Come on. നിന്നെ ആ ടോയ്ലറ്റിനകത്ത് കാണുന്നവരെ എന്റെ ചങ്കിൽ ഇടിത്തിയായിരുന്നു. എടാ ജമാലേ, ഈ റോണി വിൻസെന്റ് ഒരു കാര്യം ഏറ്റതാ. സംഗതിയൊക്കെ ശരി, പക്ഷെ അളിയനൊരു കുഴപ്പം പറ്റി. നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് നിന്റെ വണ്ടിയുടെ നമ്പർ ഒരു പോലീസുകാരൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യട്ടടാ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും സംശയം തോന്നി പിടിച്ച? ആ പാവം മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഏത് മമ്മൂട്ടി? എടാ, നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് സാക്ഷാൽ ഭരത് മമ്മൂട്ടിയുടെ വണ്ടിയിലാണ്. ആ KCF 369 മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പറാ. ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കേസുണ്ടെങ്കിൽ മമ്മൂട്ടി തീർത്തോളും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാനൊക്കും. സമ്മതിച്ചറിയാ നിന്നെ. എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓസ്കർ അവാർഡ് കിട്ടിയേനെ. എന്തൊക്കെ ടെക്നിക്കൽ കൂടിയാന്നറിയാവോ ഞാൻ ടോയ്ലറ്റിനകത്ത് കിടന്നത്. എന്റെ മരിച്ചുപോയ തന്ത വിൻസെന്റ് ഏട്ടൻ എനിക്ക് ഓമനിച്ചിട്ട പേര് വരെ മാറ്റേണ്ടി വന്നു, റോജപ്പൻ എന്ന്. അല്ല, നീ കാണിച്ചു കൊടുത്ത ആ പട്ടരുടെ ഗതി എന്താണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതറിഞ്ഞൂടെ? ഇല്ല. അതോ ഗതി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എല്ലുപോലും ബാക്കി വെച്ചേക്കില്ല. ഈ പാവത്തിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട. മിസ്റ്റർ അരുൺദാസൻ, ഞാൻ നിങ്ങളുടെ സീനിയർ ഓഫീസറാണ്. മിസ്റ്റർ റഷീദ്, അതിനു മുമ്പ് നിങ്ങൾ എന്റെ ജൂനിയർ ആയിരുന്നു. അത് പണ്ട്. ഇപ്പോൾ തന്റെ സീനിയർ ഓഫീസറാണ് ഞാൻ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ജൂനിയർ ഓഫീസറായ ഞാൻ സ്മാർട്ട് ആവുന്നതിൽ തനിക്ക് കണ്ണുകടി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കണ്ണുകടിയും ഇല്ല. ഈ പാവത്തിനെ ഉപദ്രവിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുകയായിരുന്നു. കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ, സംഭവിക്കും. നിക്കടോ അവിടെ, പോകാൻ വരട്ടെ. എനിക്ക് സംശയം തോന്നിയ പലരെയും സാർ ഇതിനു മുമ്പും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ MBയെ ഞാൻ അബദ്ധത്തിനേറി പിടിച്ചപ്പോ സാർ വലിഞ്ഞളഞ്ഞു. അത് മനഃപൂർവ്വം എനിക്കിട്ടൊരു പാരയായിരുന്നു. ഫലം എന്തായി? എന്റെ ഒരു കോർ ഇവിടുന്ന് തെറിച്ച് അവിടെ കയറി. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കിട്ടിയിട്ടാണ് ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാ ഞാൻ കൂടി ചെക്ക് ചെയ്യാം. വേണ്ട, സഹായിക്കണ്ട. എനിക്ക് പ്രൊമോഷൻ അങ്ങനെ പങ്കുവെക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ചെന്ന് AC-യോട് റിപ്പോർട്ട് ചെയ്യും. താൻ ആരുടെ അടുത്തോ റിപ്പോർട്ട് ചെയ്യണോ? ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല. നിന്റെ പാപ്പാനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എക്സ്ക്യൂസ് മീ, ഐ ആം വിശ്വനാഥൻ, വയലാർ വിശ്വനാഥൻ, പടവാൾ പത്രത്തിന്റെ എഡിറ്റർ കം റിപ്പോർട്ടർ കം ഫോട്ടോഗ്രാഫർ, ഓൾ ഇൻ ഓൾ. കുറച്ച് ഹോട്ട് ന്യൂസ് കളക്ട് ചെയ്യാണ്. കസ്റ്റംസ് ഓഫീസർ മിസ്റ്റർ അരിന്ദാക്ഷൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, പോസ് പ്ലീസ്, ചിരി പോസ്. താങ്ക് യു. ഗുഡ് ബൈ. കാണിക്കുന്നത് നിരപരാധിയായ ഒരു യാത്രക്കാരനെ ആവശ്യമില്ല അദ്ദേഹത്തെയും ചെയ്യുന്നു. ഇൻഫർമേഷൻ കിട്ടി സാർ. എന്ത് ഇൻഫർമേഷൻ? സോറി മിസ്റ്റർ റഷീദ്, അയാളെ പറഞ്ഞേക്കൂ. ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും. സാറേ, ഞാനെടുത്ത് വെച്ചോളാം. സാർ, സാർ, ഇത് സാർ. സാർ ഇപ്പോഴെന്ത് പറയുന്നു? സാറന്മാര് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇയാളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ വിഡ്ഢിയായനെ. അങ്ങനെ വിഡ്ഢിയാകാൻ ഈ അരവിന്ദാക്ഷനെ കിട്ടില്ല. അത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവൻ മനസ്സിലാക്കണം. വാട്ട് എ സെൻസേഷണൽ ന്യൂസ്. ഐ ആം ലക്കി. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ. സാർ എത്രയുണ്ട്? ഇത് ഏകദേശം 1 കോടി രൂപയുടെ സ്വർണ്ണം. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ 1 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. നാളത്തെ പടവാളിന്റെ ഫ്രണ്ട് പേജ് തന്നെ താങ്ങാം. ഒന്ന് സാർ കൊഞ്ചു കൊണ്ട് മാറൂ. മന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക്. എടാ, ഇയാളെന്താ ചാവാൻ അമേരിക്കയിൽ പോണ്? കോഴിക്കോടോ കൊണ്ടോട്ടിയോ മലപ്പുറോ എവിടെ വേണമെങ്കിലും പോവാലോ. മന്ത്രി ചവാൻ അമേരിക്കയിലേക്ക്. അച്ചടി പെശകേ.
വയറ്റിലുള്ള പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ആര് കെട്ടാണ് വയറ്റിലുള്ള പെണ്ണിന്? ആ, കുവൈറ്റിലെ പെണ്ണിന് വരനെ ആവശ്യമുണ്ട്. ഓഹോ, പടവാളിൽ നാളെ അടിക്കാനുള്ള ന്യൂസ് ചുരണ്ടിയായിരിക്കും അല്ലേ? എടാ മോനെ വിൽക്കുന്ന എന്താ? നീ പറഞ്ഞേ വാ. ചായ. ഏ? എടാ മോനെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? പച്ച മലയാളമല്ല, പഴുത്ത മലയാളം പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. പക്ഷെ തന്റെ ഈ മലയാളം ഉണ്ടല്ലോ, എനിക്കെന്നല്ല കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും മനസ്സിലാവില്ല. എന്റെ പിള്ളി ഇങ്ങനെയല്ലേ പറയുന്നത്? താനും കണക്കാ, തന്റെ ഈ പത്രവും കണക്കാ. എടാ, പടവാളിന് ഒരു പത്രത്തിന്റെയും മെച്ചിലെടുക്കേണ്ട ആവശ്യമില്ല. പടവാളിൽ നിന്നും മറ്റുള്ളവർ ചുരണ്ടുകയുള്ളൂ. അത് മനസ്സിലായി. നമ്മളല്ലേ ചീഫ് എഡിറ്റർ? ഊതല്ലേ എന്തോ ഊതല്ലേ. ഓ, എടാ, എന്റെ പത്രത്തിൽ ഏത് ന്യൂസ് കൊടുക്കണം, ഏത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. ഓ. അത് നീയല്ല. പിന്നെ എന്റെ പത്രപ്രവർത്തനത്തെ നീ കൈകടത്തരുത്. നീ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ഉറക്കം ഉറക്കം തൂങ്ങാൻ റിസപ്ഷനിൽ പോയിരിക്കണമെന്നൊന്നുമില്ല. തന്റെ ഈ പത്രം ഒരു തവണ വായിച്ചാൽ മതി. എടാ, എന്റെ പത്രത്തെ പറ്റി പറഞ്ഞു കളിച്ചാലുണ്ടല്ലോ എന്റെ പഴയ സ്വഭാവം വരും. ചെറ്റ 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 സ്വഭാവം. ചെറ്റ പുകഴ്ത്തല്ലേ, സ്വയം പുകഴ്ത്തല്ലേ. എടാ, തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എടാ തെണ്ടി, അടിച്ചിട്ട് എന്റെ മുഖത്തിന് ഷേപ്പ് ഞാൻ മാറ്റു. എന്നെ അടിച്ച് ഷേപ്പ് മാറ്റൂ. ഇതെന്താ ഇങ്ങനെ? എന്ത് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ? അല്ല, ആളുകൾ ഇങ്ങനെ കറങ്ങി ഞാൻ കറങ്ങിയാണോ? പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുക. അതിനു മുമ്പുള്ള ഒരു പ്രാക്ടീസാ. അത് ശരി. തനിക്കിപ്പോ എന്താ വേണ്ട? ഈ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ അയ്യോ മരിച്ചോ? എപ്പോ മരിച്ചോ? എപ്പോ? അല്ല, നിങ്ങളല്ലേ ഇങ്ങനെ അങ്ങേര് മോളിൽ താമസിക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാളാണല്ലോ മനുഷ്യൻ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചെന്ന് കള്ള ന്യൂസ് ഉണ്ടാക്കുന്നു. പേരും കള്ള. ഹലോ മിസ്റ്റർ റോജപ്പൻ. മിസ്റ്റർ, നിങ്ങളെ തന്നെ ഇരിക്കണം. ഓ റോജപ്പൻ, ഞാനങ്ങ് മറന്നുപോയി. സ്വന്തം പേര് മറക്കുകയോ? എന്താണെന്ന് അറിഞ്ഞില്ല, ഈയിടെയായിട്ട് സ്വന്തം പേര് മറന്നു. അതൊരു പുതിയ രോഗം, അമ്നീഷ്യ. ബൈ ദി വേ, കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി ഓർ ടീ? ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചിട്ടാ വന്നത്. നിങ്ങൾ കാരണം എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നല്ല പേരാ. ആ പട്ടര കണ്ടാ തോന്നില്ല അയാളുടെ അത്രയും സ്വർണ്ണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. 1 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ സാറ് പിടിച്ചത്? അതെ. അത് പിടിക്കാൻ സഹായിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ എപ്പ കിട്ടും? അതൊക്കെ സർക്കാർ കാര്യമല്ലേ, അതിന്റേതായ സമയം എടുക്കും. സംഗതി പിടിച്ചു കഴിഞ്ഞാ ആ കാശ് ചെന്നാൽ എന്താ? അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഇല്ലേ, ഉടനെ എടുത്ത് തരാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി. എന്ത്? ആ തുക കൂടി 5-6 മാസം ബാങ്കിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൂടി തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നോ നോ നോ. മറ്റോമാരങ്ങനെ പറഞ്ഞ തല പോന്ന കേസാ. പിന്നെ കാര്യം കഴിഞ്ഞാൽ കാശിന് വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് സാറേ. 1-2 രൂപയല്ലല്ലോ മിസ്റ്റർ റോജപ്പൻ, 20 ലക്ഷമല്ലേ. കുറച്ച് കഷ്ടപ്പെടണോ സേ? ഓഹോ, കഷ്ടപ്പെടാതെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും ഇതുപോലെ പല പല വിലപ്പെട്ട ഇൻഫർമേഷനുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇൻഫോം ചെയ്തിട്ടുള്ള പല കേസുകളും പിടിച്ച് അതിന്റെ കെയർ ഓഫിൽ പ്രൊമോഷൻ കിട്ടിയാണ് സാറിന്റെ സീനിയർ ഓഫീസേഴ്സ് പലരും ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. സാറിനെയും അങ്ങനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോ സോറി, ഞാൻ അവരെ ആരെങ്കിലും കണ്ട് കാര്യം സാധിക്കുമെന്ന് നോക്കട്ടെ. ഗുഡ് ബൈ. അല്ല റോജപ്പൻ പോരുത്, പിണങ്ങണ്ട. ഞാൻ മിസ്റ്റർ റോജപ്പന്റെ കാര്യത്തില് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ശരിയാക്കാം. ശരിയാക്കാന്ന് പറഞ്ഞാൽ എത്ര നാൾ പിടിക്കും? അതൊരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. 3-4 മാസം. കുറച്ച് കുറയട്ടെ. 3 മാസം. കുറച്ചുകൂടെ കുറയട്ടെ. ഇനി കുറയില്ല. ഓക്കെ, 2 മാസം ഫിക്സ്. ഞാൻ കൂടെ വന്ന് തുകയുടെ കാര്യം ഓർമ്മിപ്പിച്ചോളാം. പോകാൻ പറ്റേ? അതെ, നമ്മളും ഇത്രയും ബന്ധപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള ഇൻഫർമേഷൻസ് എന്റെ സീനിയേഴ്സിന് കൊടുക്കണമെന്നില്ല. എനിക്ക് തന്നെ എന്നാ മതി. തീർച്ചയായും സാർ എനിക്ക് തരുന്ന തുകയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഞാൻ സാറിന് തരുന്ന ഇൻഫർമേഷന്റെ സ്പീഡും. അതിരിക്കട്ടെ, ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു മിസ്റ്റർ റോജപ്പൻ? അത് പറയാൻ പാടില്ല. എന്റെ പേര് റോജപ്പൻ എന്നല്ല, റോണി വിൻസെന്റ്. എന്താ ജോലി? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ പല പല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ കസ്റ്റംസിന് കൈമാറുന്നു മാത്രം. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. ഒരു രാജ്യസ്നേഹിയുടെ എളിയ കടമ മാത്രം. ഓക്കെ, കാണാം. വഴിതെറ്റി ഇതുവഴി ഓ മറന്നു. വീണ്ടും അമ്നീഷ്യ.